ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം എന്താ പറഞ്ഞിരുന്നത്? ഒരു സർട്ടൻ സം, ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ എമൗണ്ട് 10% പലിശ നിരക്ക് പെർ ആനമാണ് ഒരു വർഷത്തേക്ക്. അങ്ങനെ 2.1/3 ഇയർ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1201.6 ഓക്കെ, നമുക്ക് സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 വർഷം എടുക്കുന്നില്ല. 3 വർഷമായിരുന്നു എടുത്തിരുന്നെങ്കിൽ ആദ്യത്തെ വർഷം 10%, രണ്ടാമത്തെ വർഷം 10%, മൂന്നാമത്തെ വർഷം 10%. ഇവിടെ മൂന്നാമത്തെ ഇയർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല, അതിന്റെ 1/3 എടുക്കുന്നുള്ളൂ. അപ്പോൾ റേറ്റ് ഓഫ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? അതിന്റെ 1/3 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഇനി 10%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം. എത്ര വരും? 1/10. ഇനി ഈ 10/3%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ കണ്ടുപിടിച്ച് വെക്കുക. 10 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 100, 1/30. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനർത്ഥം ഞാൻ സപ്പോസ് ആദ്യത്തെ വർഷം 10 രൂപയാണ് ഇടുന്നതെങ്കിൽ അത് 1 രൂപ കൂടി ചേർന്നിട്ട് 11 മാറും. ദെൻ അടുത്ത വർഷവും ഇതേപോലെയാണ് സംഭവിക്കുന്നത്. അടുത്ത വർഷം എന്താ സംഭവിക്കുന്നത്? അടുത്ത വർഷം 10%അല്ല, 10/3% ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എത്രയാണ്? 1/30 ആണ്. 30 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി 31 ആണ് അവിടെ കിട്ടാൻ പോകുന്നത്. സോ ഈ പാർട്ടെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഭാഗമെല്ലാം കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഈ ഒരു പാർട്ടെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എമൗണ്ട് 2 ആണ്. എമൗണ്ട് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇട്ട സമ്മിന്റെ കൂടെ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ടുള്ള ഭാഗമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ 11/11 121 121/31 നമുക്ക് ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 31 31, 31 × 2 62, 62 3 65. സോ ദെൻ 31 × 1 37, 3751 എടുക്കും. 3751 എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഇൻട്രസ്റ്റ്, ഇതാണ് സം എന്ന് പറഞ്ഞു, ഇത് എമൗണ്ട് 2 എന്ന് പറഞ്ഞു. സോ ഇൻട്രസ്റ്റ് എത്ര വരും? 751 അല്ലെ? 750. ഈ 751-ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് സത്യം പറഞ്ഞ ക്വസ്റ്റ്യൻ എത്ര കൊടുത്തിരിക്കുന്നത്? 1201.6 കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1201.6 ഡിവൈഡ് ബൈ 751. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്? സമ്മാണ് വേണ്ടത്. സം എന്ന് പറയുമ്പോൾ എത്രയാണ്? 3000-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. 1201.6 ഇൻറ്റു 300 എന്ന് എഴുതാം, കാരണം ഇൻറ്റു 3000 ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആക്ച്വലി എന്ത് ചെയ്തു? ഓൾറെഡി തന്നെ ആ പോയിന്റ് എടുത്ത് കളഞ്ഞു, ഒരു 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്, എന്നിട്ട് 751 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ആ 12,216-നെ 751 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 16 എന്ന് പറഞ്ഞു കിട്ടും. ഇത് തമ്മിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് 16 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇൻറ്റു 300 ചെയ്യുമ്പോൾ എത്ര വരും? 16 × 3 48. 48 2 0 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.